സി എൻട്രൻസ് എക്സാമിന് പല കുട്ടികളും നേരിടുന്ന ഒരു പ്രശ്നമാണ് അവർക്ക് ടൈം കിട്ടുന്നില്ല. അതായത് 100 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അവർ 60-70 ക്വസ്റ്റ്യൻ ആകുമ്പോഴേക്കും ടൈം കംപ്ലീറ്റ് ആവുന്നു. സോ ഇതൊരു മെയിൻ പ്രോബ്ലം അല്ല. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചില ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി, അതായത് ടൈം കിട്ടുന്ന രീതിയിൽ അപ്രോച്ച് ചെയ്താലേ നിങ്ങൾക്ക് ഫുൾ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള സമയം കിട്ടത്തുള്ളൂ. ഓക്കെ, അതിൽ യാതൊരു പ്രശ്നമില്ല. കാരണം ഈ ക്വസ്റ്റ്യൻ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ഇതിൽ എങ്ങനെ ടൈം സേവ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ക്വസ്റ്റ്യനിൽ ചില കുട്ടികളെ അപ്രോച്ച് ചെയ്യുന്ന രീതി എന്താണെന്ന് വെച്ചാൽ അവർ A1, A2, A3, A4, A5, A6 ഇത് GPയുടെ എലമെന്റ്സ് തന്നിട്ടുണ്ട്. സോ A1ന്റെ വാല്യൂ അവർക്ക് ഇവിടെ 2 ഉണ്ട്, 6 തന്നിട്ടുണ്ട്. സോ അവർ വിചാരിക്കുക എന്താ A1ഉം 6 ഒക്കെ ഉണ്ട്. സോ A1 to A6 ഉള്ള എല്ലാ എലമെന്റ്സും എനിക്ക് കണ്ടുപിടിക്കാം. സോ അവർ ഡിറ്റർമിനന്റിൽ എന്ത് ചെയ്തു, A1 to 2, 1, 1, 1/2, 1/4, 1, 1/8, 1/16, 1 ഇങ്ങനെ എല്ലാ എലമെന്റ്സിന്റെ വാല്യൂ എടുത്തതും എന്നിട്ട് ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്യാൻ നോക്കും. ഇവിടെ നിങ്ങൾക്ക് ടൈം കിട്ടത്തില്ല ഇങ്ങനെ ഈ അപ്രോച്ച്. ഇവിടെ വേറൊരു ടെക്നിക്ക് നിങ്ങൾ യൂസ് ചെയ്യണം. ഇതിൽ ജനറൽ എലമെന്റ്സിന്റെ ഫോമിൽ എഴുതിയിട്ട്, അതായത് ഡിറ്റർമിനന്റ് GPയുടെ AR സ്ക്വയർ അങ്ങനത്തെ ആ ജനറൽ എലമെന്റ്സ് ഉണ്ടല്ലോ, സ്റ്റാൻഡേർഡ് എലമെന്റ്സിൽ എഴുതിയിട്ട് ഡിറ്റർമിനന്റ് പ്രോപ്പർട്ടി വെച്ചിട്ട് ഇതിന്റെ ഈസി ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാം. ആ മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. നോക്കിയേ, ഈ ഡിറ്റർമിനന്റ് സെയിം ഡിറ്റർമിനന്റ് A1 എന്ന് പറഞ്ഞാൽ A ആയിട്ട് എടുക്കാം. ഒരു സ്റ്റാൻഡേർഡ് GPയുടെ ഫസ്റ്റ് ടേം A ആയിട്ട് എടുക്കാം. സോ സെക്കൻഡ് ടേം AR ആയിട്ട് വരും 1. ബാക്കി തേർഡ് കോളംസ് എല്ലാം 1 ആണ്. സോ എന്താണ് A3, സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെന്റ് A3 എന്താണ്, സ്റ്റാൻഡേർഡ് ഫോം ഓഫ് GP AR സ്ക്വയർ ആണ്. AR ക്യൂബ് വരും. A4 എന്താണ്, AR ക്യൂബ്. A5 AR⁴, A6 AR⁴. ഇങ്ങനെ സ്റ്റാൻഡേർഡ് എലമെന്റ്സ് എഴുതിയിട്ട് ഇതിന്ന് സെക്കൻഡ് കോളത്തിൽ നിന്ന് ഒരു 6 പുറത്തോട്ടേക്ക് എടുക്കണം. എന്തെടുക്കണം, നിങ്ങൾക്കറിയാം ഡിറ്റർമിനന്റ് ഓരോ കോളത്തിൽ നിന്നും കോമൺ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ടേം എടുക്കാം. 6 പുറത്തോട്ടേക്ക് എടുത്താൽ ഡിറ്റർമിനന്റ് ഓഫ് A1 AR സ്ക്വയർ 1, ഓക്കെ, ദെൻ AR⁴ ആൻസർ ആയി. നോക്കിയേ, 2 columns are identical. First column, second columns are identical. Any 2 rows, any 2 columns are identical. Determinant is equal to 0. So ഇത് ടൈം സേവ് ചെയ്യുന്ന മെത്തേഡ് അറിയാവുന്നവർക്ക് വിത്തിൻ 1 minute ആൻസർ ചെയ്യും. ടൈം സേവ് ചെയ്യാത്തവർ എല്ലാ എലമെന്റ്സും എടുത്ത് 2 to 3 minutes 4 minutes ഒരു ക്വസ്റ്റ്യൻ എടുക്കും. അപ്പോൾ നിങ്ങൾ 100 ചെയ്യുമ്പോൾ 60 ഒക്കെ എത്തുമ്പോഴത്തേക്ക് ടൈം ഉണ്ടാവും. ഓക്കെ.